എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ഒരു കൊഴുക്കട്ടയാണ് കാണിക്കുന്നത്. എൻ്റെ ഫസ്റ്റ് വീഡിയോ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കൊഴുക്കട്ടയാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. എൻ്റെ ഒരു സബ്സ്ക്രൈബർ പുള്ളി ഇതുപോലെ കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ട് എനിക്ക് അതിൻ്റെ ഫോട്ടോ ഇട്ട് തന്നിരുന്നു. സിജു എന്നാണ് പേര്. അപ്പോൾ ഞാൻ വിചാരിച്ചു സിജു കാണിച്ച പോലെ തന്നെ ഒരു കൊഴുക്കട്ട. അപ്പം ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ജസ്റ്റ് പുള്ളി ഒന്ന് ബ്രീഫ് ചെയ്തായിരുന്നു. അപ്പം ഞാൻ അതുപോലെയുള്ള ഒരു കൊഴുക്കട്ടയാണ് ഇന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ സിജു മിക്കവാറും ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പം ഇതുപോലെ സിജു ഉണ്ടാക്കിയ പോലെ തന്നെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ആ വീഡിയോ അതുപോലെ തന്നെ ഞാൻ റീക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കാണാനും ഒരു നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. അതുകൊണ്ട് തന്നെ ഉരുക്കുന്നുണ്ട്. പക്ഷെ അരിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളം ഒഴിച്ചു. ഒരു വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ അത് പിന്നെ വറ്റണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അല്പം വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. ഇപ്പം എല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇപ്പം ഞാൻ അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചിരകിയതിട്ടു. ഇതൊരു 1/2 കപ്പ് തേങ്ങയുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഒന്നിളക്കി യോജിപ്പിച്ചു. ഒരുപാട് നേരം സ്റ്റൗ ഓണാക്കി വെക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയോ ജീരകത്തിൻ്റെ പൊടിയോ ചേർത്താൽ മതി. ഞാനിവിടെ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്തത്. ഇനി ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇവിടെ ഒരു ഉരുളിയാണ്, ചെറിയ സ്റ്റീലിൻ്റെ ഉരുളിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. ഇതൊന്ന് തിളപ്പിക്കാനാണ്. വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരിപ്പൊടി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കണം. ഞാൻ ഒരു 1/2 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു തവി കൊണ്ട് ഇളക്കി യോജിപ്പിക്കുകയും കൂടി വേണം. സ്റ്റൗ ഇപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചാൽ മതി. എന്നിട്ട് വെള്ളം നല്ലതുപോലെ വറ്റിക്കഴിയുമ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി അവിടെ മാറ്റി വയ്ക്കാം. ഇനി ഇതൊന്ന് കൈകൊണ്ട് തന്നെ നമ്മളൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല ചൂടാണിപ്പം. അപ്പോൾ ചൂടൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ, നല്ലതുപോലെ ഒന്ന് ആറിക്കഴിയുമ്പോഴേ നമുക്ക് കുഴയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഒരല്പം നെയ്യോ എണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല, അത് ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുത്തു. കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ചതിന് ശേഷം ഞാനിവിടെ കുറച്ചൊരു 4-5 ചെറി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ പുറത്തെ ഈ മാവിന് മധുരം ഉണ്ടാവില്ലല്ലോ. നമ്മൾ അല്പം ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ചെറിയും കൂടി ആകുമ്പോൾ അതിന് ഇടയ്ക്ക് പിടിച്ച് കടിക്കുമ്പോൾ ഒരു മധുരവും കൂടി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചെറി ചേർത്തത്. എന്നിട്ടിത് നല്ലതുപോലെ ഒന്നുകൂടി കുഴച്ച് വെച്ചു. ഇനിയും ഇതിൽ നിന്ന് ഓരോ ഉരുളകളായിട്ട് നമുക്ക് കൊഴുക്കട്ടയുടെ പാകത്തിന് ഉരുട്ടിയെടുക്കണം. ഇനി നമ്മൾ ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം. കണ്ടില്ലേ? ഇതുപോലെ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഉരുട്ടിയെടുത്തിട്ട് അതിൻ്റെ നടുക്കൊരു കുഴി പോലെ ഉണ്ടാക്കുക. അതിനകത്ത് ഫില്ലിങ് വയ്ക്കാനാണ്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര തേങ്ങ കൂട്ടുണ്ടല്ലോ, അതിതിൻ്റെ നടുക്ക് വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് കൂട്ടി നല്ലതുപോലെ വീണ്ടും ഒരു ഉരുള പോലെ ആക്കി, ഒരു ബോളിൻ്റെ ഷേപ്പിലാക്കി നല്ലതുപോലെ കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുക്കണം. കണ്ടില്ലേ? ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുത്ത് കൊഴുക്കട്ടയാക്കി അവിടെ വയ്ക്കാം. അങ്ങനെ ഓരോ ഉരുളകളും റെഡിയാക്കി വെച്ചിട്ടാണ് നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നത്.
എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ തട്ടിൽ ഈ കൊഴുക്കട്ട നിരത്തി വെച്ചിട്ട് ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ എടുക്കും. അത് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്താൽ മതി. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെയൊക്കെ കുക്കായി കിട്ടും. എങ്കിലും ഒരു 15 മിനിറ്റ് വരെയൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, പുറമേ നല്ല സോഫ്റ്റാണ്. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഉള്ളിൽ നല്ല മധുരവുമാണ്. നല്ലൊരു 4 മണി പലഹാരമാണ് ആവിയിൽ പുഴുങ്ങി. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാനും വിട്ടുപോകണ്ട. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.